ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്കൊരു 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി കൊണ്ട് വെച്ചിട്ടാണ് ഉള്ള ഒരു സ്നാക്കാണെന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അതേ അളവിൽ അതേ കപ്പിൽ 1/4 കപ്പോളം ഉള്ള അരിപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്. നമ്മൾ പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന അരിപ്പൊടിയാണ് ഞാൻ ഇന്നിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സെയിം അളവാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്കിന്. ഇത് ഇച്ചിരി എരിവുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം ഉള്ള കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം. അന്നേരം 1 ടീസ്പൂണോളം വേണ്ട, ഒരു 1/2 ടീസ്പൂണോളമായിട്ട് കുറയ്ക്കാം. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. ഞാനൊരു 2 നുള്ളോളം ഉള്ള കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് സവോളയാണ്. സവോള അല്ലെങ്കിൽ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ചേർക്കാം. അതും ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിട്ട് വരും. ഇതൊരു തനി നാടനായിട്ടുള്ള ഒരു ചായക്കടിയാണ്. അപ്പോൾ അത് സവോള ഞാൻ ഒരു കുഞ്ഞ് സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് നുറുക്കിയത് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ അതാ ഇപ്പോൾ ചേർത്തത് മല്ലിയിലയാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മല്ലിയിലേക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പിലയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു അത്യാവശ്യം നമ്മൾ പറയില്ലേ സെമി കൺസിസ്റ്റൻസി ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഒരു സെമി തിക്കായിട്ട് ഉള്ള രീതിയിൽ. നമുക്ക് ഒത്തിരി ലൂസാവും വേണ്ട, അന്ന് ഒത്തിരി ടൈറ്റിലിരിക്കുന്ന മാവല്ല. അത്യാവശ്യം നമുക്ക് കോരി ഒഴിക്കാം. നമ്മളിത് എണ്ണയിൽ കോരി വറുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണം. ഞാനിപ്പോൾ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ്, ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം വെച്ചിട്ട് ഞാൻ ഒരളവ് പറയുന്നില്ല, നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഞാൻ ഈ ഒരു പരുവത്തിനാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം നമ്മളൊരു സ്പൂൺ എടുത്ത് അതിങ്ങനെ ഒന്ന് ചെരിക്കുമ്പോഴത്തേക്കും അത് വീഴരുത്. അതാണ് അതിൻ്റെ ഊർന്നു പോകരുത് സ്പൂണിൽ നിന്ന്. അത്യാവശ്യം തിക്കായിട്ടിരിക്കണം, ഒരു സെമി തിക്കായിട്ടിരിക്കണം. ഒന്നും കൂടെ ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇതേപോലെയാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. കണ്ടോ. അപ്പോൾ ഞാനിത് കോരി ഒഴിക്കാനൊക്കെ ആയിട്ട് വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുമുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂണിലാണ് ഇത് കോരി ഒഴിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ ഇത് നമുക്ക് കൈ കൊണ്ടൊക്കെ ഒന്ന് കോരി ഒഴിക്കാൻ പറ്റും. കോരി ഒഴിക്കല്ല, കൈ വെച്ചിട്ട് നമ്മുടെ 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് പിഴിഞ്ഞ് ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. ചിലവർക്ക് അങ്ങനെ നല്ല പരിചയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിന്നിപ്പോൾ സ്പൂൺ വെച്ചിട്ട്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പരിചയമില്ലാത്തതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടാണ് ഞാനിന്ന് കോരി ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചിട്ട് വരാം. മാവ് ഒന്ന് കോരി ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു സൈഡ് തന്നെ കുറേ നേരം വെക്കരുത്. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇതിന് അടി പിടിച്ച കളറൊക്കെ മാറാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ അടുത്ത് തന്നെ നിന്ന് ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇത് ഇച്ചിരി സമയം എടുക്കും ആവാനായിട്ട്. കാരണം ഇത് ഗോതമ്പ് പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അല്പം വേവ് നമുക്ക് സമയം എടുത്താലേ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ. നമുക്ക് അതുവരെ ഇതൊന്ന് തിരിച്ച് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഇതിന് പേരൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. പക്ഷേ ഒരു ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു സ്വാദുള്ള നല്ല എരിയൻ ചായക്കടിയാണ്. അപ്പോൾ ഞാനിത് കോരിയെടുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ചായക്കടി ഇവിടെ റെഡിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അതുമല്ല നല്ല സ്വാദുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടേതായ ചില മാറ്റങ്ങളൊക്കെ വരുത്താം. ഇച്ചിരി ഇഞ്ചി പൊടിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ നമുക്ക് എരിവും ഒരു രുചിയൊക്കെ കിട്ടും കേട്ടോ. ഞാൻ പക്ഷേ ഇഞ്ചി അരിഞ്ഞിട്ടിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി എരിവാവണ്ടെന്ന് ഓർത്തു. നമ്മൾ ഓൾറെഡി ഇച്ചിരി പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല ക്രിസ്പിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളത്. അകം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം.
ഇതാ ഞാനിപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ട് ഈ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് എന്ന് പറയുന്നത്. 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക, പുറം ഇച്ചിരി ക്രിസ്പി ആയിട്ട് ഇരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. പിന്നെ ഇപ്പോൾ വലിയവർക്കും ഇഷ്ടപ്പെടാനും കാരണങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്ത് നല്ല എരിവുള്ള ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ എരിവ് ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും കൂടെ ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ നമ്മൾ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി തേങ്ങാ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോംബോ ആണ് ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരു 4 മണി പലഹാരമായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇഞ്ചി ഒഴിവാക്കി ഇച്ചിരി പച്ചമുളക് മാത്രം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബൗളാണ്. അതിൻ്റെ നടുക്ക് ഞാനൊരു കെച്ചപ്പ് ഒരു കുട്ടി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചായക്കടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാനും ഈസി ആയിരിക്കും. അവർക്ക് ആ സോസിനകത്ത് ഇതിങ്ങനെ പതുക്കെ ഒന്ന് മുക്കി കഴിക്കാൻ പറ്റും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.